ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവൽ 5-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് ഇലക്ഷൻ ഡേ ആണ്. ഇന്ന് തിരക്ക് കൂടുമെന്നറിയാം, ഇലക്ഷൻ്റെ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ്. പലരും എന്നോട് നമ്മൾ പറയുന്ന കണക്കുകൾ തള്ളാണോ എന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ നമുക്ക് കിട്ടുന്ന ട്രാക്കേഴ്സിൽ നിന്നുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ കഴിയും. നമ്മുടെ കയ്യിൽ നിന്നൊട്ടൊന്നും പറയുന്നില്ല, ട്രാക്കേഴ്സ് പറയുന്ന കണക്കുകൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇനിയും എടുത്തു പറയാനുള്ള കാര്യം മമ്മൂട്ടി ഫാൻസിനോടാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇത്രയെത്തി 50 കോടി ആയിട്ടുണ്ട് സിനിമ. ഇനി നിങ്ങൾ തിയേറ്ററിൽ കയറാതിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു അവസരം 100 കോടി അടിപ്പിക്കാനുള്ളത് നിങ്ങളായിട്ട് കളഞ്ഞു കുളിച്ചു എന്നേ പറയാനുണ്ടാവുള്ളൂ. ഇനി നമുക്ക് കളക്ഷൻ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് കടന്നു വരാം. ഇന്ന് 5-ാം ദിനത്തിലേക്ക് നോക്കുമ്പോൾ 1302ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 42,700 മുകളിലുള്ള ടിക്കറ്റുകൾ പ്രീസെയിലൂടെ വിറ്റുപോയിരിക്കുന്നു. 12% ഒക്യുപ്പൻസിയിൽ 72,55,000 രൂപയാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷനായി വന്നിരിക്കുന്നത്. തിങ്കളാഴ്ച ഇന്നലെ കളക്ഷൻ വരികയെന്നത് ഫൈനലായി വന്നിരിക്കുന്നത് 2,72,77,000 രൂപ, അതായത് ഏറെക്കുറെ 3 കോടി രൂപ എന്ന് തന്നെ പറയാം. ആ റേഞ്ചിലാണ് സിനിമയുടെ ഫൈനൽ ട്രാക്ക് കളക്ഷൻ വന്നിരിക്കുന്നത്. 1481 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 1,68,450ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി. 41% ഒക്യുപ്പൻസിയിൽ ഏകദേശം 300-ന് മുകളിലുള്ള ഓൾമോസ്റ്റ് ഫുള്ളും ഹൗസ്ഫുൾ ഷോസും ഒക്കെ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. സിനിമയ്ക്ക് ഈ ഒരു തിങ്കളാഴ്ച, അതായത് ഇന്നലെയും 130-ന് മുകളിലുള്ള ലേറ്റ് നൈറ്റ് ഷോസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്ട്രോങ് ആൻഡ് സ്റ്റഡി മൺഡേ തന്നെയാണ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അതായത് മണിക്കൂറിൽ 5,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റുപോയത് 83,000-ഓളം ടിക്കറ്റുകളാണ്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടത്. വേറെ ഒന്നുമല്ല, ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട് ഈ ടിക്കറ്റ് ഇതും കാര്യങ്ങളും. അപ്പോൾ എടുത്തു പറയാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ആദ്യ പോർഷൻ നോക്കുകയാണെങ്കിൽ പറയാം ഓഡിയൻസ് എത്ര പേരെന്നുള്ളത്. 10,81,000-ഓളം ടിക്കറ്റുകൾ അല്ലെങ്കിൽ അത്രത്തോളം ആളുകൾ തിയേറ്ററിൽ സിനിമ കണ്ടു എന്ന് തന്നെയാണ് ട്രാക്കേഴ്സ് പറയുന്നത്. 7,648ഓളം ഷോകൾ ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളിച്ചിട്ടുണ്ട്. അത് ഒന്നും കൂടെ ഞാൻ ആ സ്ക്രീൻ എടുത്ത് കാണിക്കുകയാണ്. അപ്പം 50% ഓവറോൾ ഒക്യുപ്പൻസി ആയിട്ട് തിയേറ്ററിൽ നിന്ന് വന്നിരിക്കുന്നത്. 17.46 കോടിയാണ് ട്രാക്ഡ് കളക്ഷൻസിലൂടെ പുറത്ത് വന്നത്. നമുക്കറിയാം ആദ്യ 3 ദിവസം തന്നെ 15.5 കോടിക്കടുത്ത് വന്ന സിനിമ 4-ാം ദിവസത്തോടെ ഏകദേശം 18 കോടിയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ ഇന്ന് 50 കോടി കയറുകയാണ്. അതായത് 44.25 കോടിയായിരുന്നു, അല്ലെങ്കിൽ ആ റേഞ്ചിലായിരുന്നു. 44 കോടി 15 ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ 3 ദിവസത്തെ കളക്ഷനെങ്കിൽ 4-ാം ദിവസമായ കേരള കളക്ഷൻ മാത്രം 3 കോടി രൂപ വന്നിട്ടുണ്ട്. അതായത് 47 കോടി വന്നിട്ടുണ്ട്. പ്രീസെയിലൂടെ ഏകദേശം 1 കോടിക്കടുത്ത് വന്നിട്ടുണ്ട്, 48 കോടി. ബാക്കി ഓവർസീസും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും വന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കൊണ്ട് എത്തിയിരിക്കും. അതായത് മോർണിംഗ് സെക്ഷനിൽ തന്നെ സിനിമ 50 കോടി അടിച്ചിരിക്കും. 5-ാം ദിവസമാണ് സിനിമയുടെ 50 കോടി വരുന്നത്. മൺഡേ ടെസ്റ്റ് ഗംഭീരമായി പാസ്സായിരിക്കുകയാണ്. പ്രതീക്ഷയ്ക്ക് മുകളിലുള്ള ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് വന്നത്. എന്താണെങ്കിലും സ്ട്രോങ് ആയിട്ട് പോവുകയാണ്. സിനിമയുടെ ഒരു വീഡിയോ സോങ് ഇറങ്ങി, അതൊരു വലിയ രീതിയിൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നു. വല്ലാത്ത തരത്തിലുള്ള ഒരു സോങ്ങും അതിനകത്തിൽ മമ്മൂട്ടിയും അതേപോലെ നായികമാരുടെയും പ്രകടനവും ഒന്നിനൊന്നിനും മെച്ചമായി തന്നെ നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു ഒറ്റ സോങ് മതി ആളുകളെ തിയേറ്ററിലേക്ക് വീണ്ടും കയറ്റാൻ. അതേപോലെ ഇന്ന് രാവിലെ ഞെട്ടിപ്പിക്കുന്ന ഒരു പോസ്റ്റർ മമ്മൂട്ടി തന്നെ പുറത്തു വിട്ടു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭീകരത തന്നെയാണ്. ആ ഒരു പോസ്റ്റർ നമുക്ക് കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുകൊള്ളുക. അമ്മാതിരി ഇതാണ്. വലിയൊരു സക്സസ്സിലേക്ക് സിനിമ മൂവ് ചെയ്യുകയാണ്. ലോ ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ ഈ 2 ദിവസത്തിനുള്ളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ ഏറ്റവും പ്രോഫിറ്റ് നേടുന്ന ചിത്രമായി മാറും മമ്മൂട്ടിയുടേത്. അതായത് കളക്ഷൻ ആ റേഞ്ചിലേക്ക് വരുന്നു. വരും ദിവസങ്ങളിൽ സിനിമ 75 കോടിയിലേക്ക് എത്താൻ പോവുകയാണ്. വരുന്ന ശനി ഞായറോടുകൂടി എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 200-ന് മുകളിലുള്ള ലേറ്റ് നൈറ്റ് ഷോസും എക്സ്ട്രാ ഷോസും ആയിരുന്നു ഉണ്ടായിരുന്നത്. GCC രാജ്യങ്ങളിൽ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. GCC രാജ്യം അക്ഷരാർത്ഥത്തിൽ കേരളത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ വരുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. ഏകദേശം 25 കോടിയോളമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഒരു മികച്ച പ്രകടനം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് കളങ്കാവലിൻ്റെ തമിഴ്നാട് ബോക്സ് ഓഫീസിലേക്ക് കിടക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 4 ദിവസം കൊണ്ട് 1.5 കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതും വരുന്നു. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ്. ബാംഗ്ലൂർ സിനിമയ്ക്ക് 1.5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. GCCയിൽ വരുന്ന ദിവസങ്ങളിൽ ഇനിയും കളക്ഷൻ കൂടും. അതായത് ഇനിയും വെള്ളി ശനി ഞായർ ദിനങ്ങളാണ് നമ്മൾ GCC രാജ്യങ്ങളിൽ ഏറ്റവും മുന്നിൽ കാണുന്ന ഒരു കാര്യം.
അപ്പോൾ അവിടെ ആ റേഞ്ചിലേക്ക് വീണ്ടും കയറും. ഓവർസീസിൽ നിന്ന് മാത്രമേ സിനിമ 25 കോടി കടന്നിരിക്കുന്നു. കേരള അല്ലെങ്കിൽ ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്ന് 19.5 കോടിയോളമാണ് സിനിമയുടെ 3 ദിവസത്തെ കളക്ഷനായി പുറത്തു വന്നത്. 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് സിനിമ ഏകദേശം 23 കോടിക്ക് മുകളിലേക്ക് കേരള ബോക്സ് ഓഫീസിലും 26 കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ 27 കോടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു വേൾഡ് വൈഡ് ആയിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പറയാം. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ്. അഡ്വാൻസ് സെയിലും സിനിമ മികച്ച് തന്നെ നിൽക്കുന്നു. ഇന്ന് ഒരു അവധി ദിനമായതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ലെവലിലുള്ള ഒരു കളക്ഷൻ വരുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മമ്മൂട്ടിയുടെ പ്രകടനം തന്നെയാണ് ഈ ഒരു സിനിമയുടെ മാക്സിമം ലിവറേജ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊരു സിനിമ ഈ റേഞ്ചിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ് എന്ന് എല്ലാവർക്കും പറയാമെങ്കിൽ ഒരു കാര്യം പറയാം, ഇങ്ങനെയൊരു സിനിമയിൽ മമ്മൂട്ടി എത്തിച്ചതുപോലെ ആർക്കെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിയാൻ ശ്രമിക്കുവാണെങ്കിൽ പോലും അതും ഒരു വലിയ കാര്യമെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അത്ര ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ് 2026 സംസ്ഥാന അവാർഡ് മമ്മൂട്ടിക്ക് തന്നെയായിരിക്കും. നാഷണൽ അവാർഡ് നേടട്ടെ എന്ന് ആശംസിക്കുന്നു.